ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തെരഞ്ഞെടുപ്പ് ചൂടിൽ കേരളം. നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ച സ്ഥാനാർത്ഥികൾ. തൃശൂർ നിയോജക മണ്ഡലത്തിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിൽ സമയത്തെ ചൊല്ലി തർക്കം. ചാലക്കുടിയിൽ LDFന് പേയ്മെന്റ് സീറ്റ് എന്ന ആരോപണം. ഡെന്നിസ് കെ ആന്റണിയാണ് ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയത്. ആളൂർ വെള്ളാഞ്ചിറയിലെ വാടക വീട്ടിൽ ആൺ സുഹൃത്തിനൊപ്പം താമസിച്ചിരുന്ന യുവതിയെ തീപ്പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തി. കണ്ണൂർ സ്വദേശിനി ലീനയ്ക്കാണ് പൊള്ളലേറ്റത്. കൊടുങ്ങല്ലൂർ ശ്രീകുറുമ്പക്കാവിലെ അശ്വതി കാവുതീണ്ടൽ ഭക്തിസാന്ദ്രം. ക്ഷേത്രത്തിലെ മീനഭരണി ആഘോഷം നാളെ. സംസ്ഥാനത്ത് ചൂട് കൂടും. തൃശൂർ ജില്ലയിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യത. 11 ജില്ലകളിൽ യെല്ലോ അലർട്ട്. വാർത്തകൾ വിശദമായി. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ 2 പ്രവൃത്തി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇന്ന് കൂടുതൽ മുന്നണി സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു. തിങ്കളാഴ്ചയാണ് പത്രിക നൽകാനുള്ള അവസാന ദിവസം. സൂക്ഷ്മ പരിശോധന ചൊവ്വാഴ്ച നടക്കും. 26-നാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. വിധിയെഴുത്തിന് ഇനി 19 ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. പ്രവർത്തകരും നേതാക്കളും മണ്ഡലങ്ങളിൽ സജീവമാണ്. UDFന്റെ മണ്ഡലം കൺവെൻഷനുകൾ പുരോഗമിക്കുന്നു. ചാലക്കുടി, കൊടുങ്ങല്ലൂർ കൺവെൻഷനുകൾ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. LDF കൺവെൻഷനുകൾ നാളെ ആരംഭിക്കും. 6 നിയോജക മണ്ഡലം കൺവെൻഷനുകൾ നാളെ നടക്കും. തിങ്കളാഴ്ച 5-ഉം ചൊവ്വാഴ്ച 2-ഉം കൺവെൻഷനുകൾ LDF നിശ്ചയിച്ചിട്ടുണ്ട്. NDA സ്ഥാനാർത്ഥികൾ ആദ്യ റൌണ്ട് പ്രചരണം പൂർത്തിയാക്കി. NDAയുടെ കുടുംബയോഗങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. തൃശൂർ നിയോജക മണ്ഡലത്തിലെ UDF, LDF, NDA സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വരണാധികാരിയായ RDO വിനോദ് രാജ് മുൻപാകെയാണ് മൂവരും പത്രിക നൽകിയത്. UDF സ്ഥാനാർത്ഥി രാജൻ ജെ പല്ലൻ, LDF സ്ഥാനാർത്ഥി ആലങ്കോട് ലീലാകൃഷ്ണൻ, NDA സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാൽ എന്നിവരാണ് കളക്ടറേറ്റിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. റോഡ് ഷോയുടെ അകമ്പടിയില്ലാതെ ആദ്യം നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിലെത്തിയ രാജൻ ജെ പല്ലനൊപ്പം മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി MA റഷീദ്, കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം ജോൺസൺ കാഞ്ഞിരത്തെങ്കൽ എന്നിവരുണ്ടായിരുന്നു. രണ്ടാമതായി LDF സ്ഥാനാർത്ഥി ആലങ്കോട് ലീലാകൃഷ്ണൻ വിവിധ ഘടകകക്ഷി നേതാക്കളും പ്രവർത്തകരുമൊത്ത് പ്രകടനമായാണ് കളക്ടറേറ്റിലെത്തിയത്. P ബാലചന്ദ്രൻ MLA, മുൻ മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ, CPM ഏരിയ സെക്രട്ടറി അനൂപ് ഡേവിസ് കാട, CPI അസിസ്റ്റന്റ് സെക്രട്ടറി C സുമേഷ് എന്നിവർ ആലങ്കോടിനൊപ്പം ഉണ്ടായിരുന്നു. ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലിനും നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊപ്പം റോഡ് ഷോ ആയാണ് NDA സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാൽ കളക്ടറേറ്റിലെത്തിയത്. BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ, BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, ജില്ലാ ജനറൽ സെക്രട്ടറി KR ഹരി, മേഖലാ സെക്രട്ടറി രവികുമാർ ഉപ്പത്ത് എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. TCV തൃശൂർ. തൃശൂർ നിയോജക മണ്ഡലത്തിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിൽ സമയത്തെ ചൊല്ലി തർക്കം. ആദ്യമെത്തിയ UDF സ്ഥാനാർത്ഥി രാജൻ പല്ലന്റെ പത്രികാ സമർപ്പണ നടപടികൾ നീണ്ടുപോയതോടെ രണ്ടാമതെത്തിയ LDF സംഘത്തിനും പിന്നീടെത്തിയ NDA സംഘത്തിനും ഏറെ നേരം കാത്തിരിക്കേണ്ടി വന്നു. UDF സ്ഥാനാർത്ഥിയുടെ പത്രികാ സമർപ്പണം കഴിഞ്ഞതോടെ മുഹൂർത്തമുള്ളതിനാൽ രണ്ടാമത് പത്രിക സമർപ്പിക്കാൻ അവസരം നൽകണമെന്ന് NDA പ്രതിനിധികൾ അഭ്യർത്ഥിച്ചു. ക്രമപ്രകാരം തങ്ങളുടെ ഊഴമെന്നായിരുന്നു LDF വാദം. തുടർന്ന് LDF സ്ഥാനാർത്ഥി പത്രിക നൽകി. പത്രികയുടെ ഒത്തുനോക്കൽ മാറ്റിവെച്ചതോടെ NDA സ്ഥാനാർത്ഥിക്കും മുഹൂർത്തത്തിനുള്ളിൽ പത്രിക നൽകാൻ കഴിഞ്ഞു.
ഒല്ലൂർ നിയോജക മണ്ഡലം LDF UDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഒല്ലൂർ നിയോജക മണ്ഡലം റിട്ടേണിംഗ് ഓഫീസറായ തൃശൂർ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർക്കാണ് ഇരുവരും പത്രികകൾ സമർപ്പിച്ചത്. ചെമ്പൂക്കാവിലെ കാർഷിക ഓഫീസിലേക്ക് നിരവധി പ്രവർത്തകരുടെ അകമ്പടിയോടെ പ്രകടനമായെത്തിയാണ് LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് K. രാജൻ പത്രിക സമർപ്പണം നടത്തിയത്. മുൻ ഡെപ്യൂട്ടി മേയർ വർഗീസ് കണ്ടംകുളത്തി ഉൾപ്പെടെയുള്ള നേതാക്കളും രാജനോടൊപ്പം ഉണ്ടായി. കുപ്രചാരണങ്ങൾ തള്ളുന്ന ജനം 10 വർഷക്കാലം മണ്ഡലത്തിൽ നടത്തിയ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തുമെന്നും LDF വൻ വിജയം നേടുമെന്നും രാജൻ പറഞ്ഞു. പ്രതീക്ഷയ്ക്ക് വേറെ പ്രത്യേകിച്ച് ഒരു മങ്ങലും ഏൽക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. വാനോളം പ്രതീക്ഷയാണ്. ഒല്ലൂർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പമാണ് എന്ന് കേരളത്തിനോടൊപ്പം വിധിയെഴുതും. ആവേശപരമായിട്ടുള്ള അനുഭവമാണ് താഴത്ത് എല്ലായിടത്തും പോകുമ്പോൾ ലഭ്യമാകുന്നത്. അത് കേരളത്തിന്റെ പൊതുവായിട്ടുള്ള ഒരു സാമൂഹിക സാഹചര്യം അക്കാര്യത്തിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഒല്ലൂർ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി നടന്നിട്ടുള്ള സമാനതകളില്ലാത്ത, നേരിൽ കാണാൻ പറ്റുന്ന, ആര് കള്ളപ്രചരണം നടത്തിയാലും മാച്ചു കളയാനാകാത്ത വികസനത്തിന്റെ നേർരേഖ നമുക്ക് നേരിട്ട് കാണാനാകുന്നുണ്ട്. ഒരു പ്രവർത്തനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയിട്ടുള്ള സമാനതകളില്ലാത്ത പങ്കും ഈ ഘട്ടത്തിൽ വളരെ ശ്രദ്ധയോടെ ഒരു നാട് മുഴുവൻ ഏറ്റുവാങ്ങും എന്ന വലിയ പ്രതീക്ഷയുണ്ട്. ഇതിനേക്കാളെല്ലാം ഉപരിയായി മനുഷ്യൻ എന്ന ആശയത്തിൽ ചേർന്ന് നിന്നുകൊണ്ട് പരസ്പരം സ്നേഹപൂർവ്വം പ്രതികരിക്കാൻ കഴിയുന്ന ഒല്ലൂരിന്റെ മനസ്സ് കൃത്യമായി വായിച്ചെടുക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ട് വലിയ പ്രതീക്ഷയോടെ, കഴിഞ്ഞ തവണത്തെക്കാൾ ഉയർന്ന ഭൂരിപക്ഷത്തോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ജനവിധി ഉണ്ടാകും. LDF സ്ഥാനാർത്ഥി പത്രിക നൽകി ഇറങ്ങുമ്പോഴാണ് എതിർ സ്ഥാനാർത്ഥിയായ UDFന്റെ ഷാജി കോടങ്കണ്ടത്ത് പത്രികാ സമർപ്പണത്തിനായി എത്തിയത്. സ്ഥാനാർത്ഥിക്ക് ഹസ്തദാനം നൽകി ആശംസകളും പങ്കുവച്ചാണ് രാജൻ മടങ്ങിയത്. തുടർന്ന് INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിലാണ് ഷാജി കോടങ്കണ്ടത്ത് പത്രിക സമർപ്പിച്ചത്. നിരവധി പ്രവർത്തകരും നേതാക്കളും പിന്തുണയുമായി എത്തിയിരുന്നു. ടോളിനെതിരായ നിരന്തര നിയമ പോരാട്ടങ്ങളും പട്ടിലുംകുഴി മയിലാട്ടുംപാറ പാലം യാഥാർത്ഥ്യമാക്കിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മണ്ഡലത്തിലെ ആൾ എന്ന നിലയിൽ തനിക്ക് ഗുണമാകുമെന്നും സർക്കാരിനെതിരായ ജനവികാരം വോട്ടായി മാറുമെന്നും ഷാജി കോടങ്കണ്ടത്ത് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ഒല്ലൂരും ഞാനുമായിട്ട് അഭേദ്യ ബന്ധമുള്ളതാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ആ മണ്ഡലത്തിലെ ജനങ്ങളിൽ എനിക്ക് വലിയ വിശ്വാസമുണ്ട്. ജനങ്ങൾ എന്നോട് വളരെ സ്നേഹമുണ്ട്. ടോൾ പ്ലാസ അടക്കമുള്ള വിഷയങ്ങളിൽ, അതുപോലെ തന്നെ പട്ടിലുംകുഴി കോടതിപ്പാലം അടക്കമുള്ള വിഷയങ്ങളിൽ, നടത്തറ മാലിന്യ പ്ലാന്റ്, അതുപോലെ ചുള്ളിക്കാവ് ചിറ, അങ്ങനെ ഒരുപാട് ജനകീയ വിഷയങ്ങളിൽ നിയമസമര പോരാട്ടത്തിലൂടെ വിജയം കണ്ടെത്താൻ സാധിച്ചു. ഒല്ലൂരിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 വർഷം പാഴായി പോയ വർഷങ്ങളാണ്. ഒരുപാട് വികസന മുരടിപ്പുണ്ടായിട്ടുണ്ട് ആ ഭാഗത്ത്. ടൂറിസം മേഖലയിലായാലും ഏത് മേഖലയിലായാലും ഒല്ലൂര് പിന്നോട്ട് പോവുകയാണ് ചെയ്തത്. അതൊക്കെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രാവശ്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, UDFനെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒല്ലൂരിലെ ജനങ്ങളിൽ ഞങ്ങൾക്ക് വലിയ വിശ്വാസമുണ്ട്. ജനങ്ങൾ UDFനെ തിരിച്ചു കൊണ്ടുവരും. തൃശൂർ പ്രിൻസിപ്പൽ അഗ്രികൾച്ചറൽ ഓഫീസർ P. ഇന്ദു നായരാണ് പത്രികകൾ സ്വീകരിച്ചത്. TCV ന്യൂസ്, തൃശൂർ. ഗുരുവായൂരിലെ LDF സ്ഥാനാർത്ഥി NK അക്ബർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ചാവക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്ന് പ്രകടനമായി എത്തിയാണ് വരണാധികാരി R. സംഗീത് മുൻപാകെ പത്രിക നൽകിയത്. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, മുതിർന്ന നേതാവ് ബേബി ജോൺ, C. സുമേഷ്, കൃഷ്ണദാസ്, TT ശിവദാസ്, MA ഹാരിസ് ബാബു, ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, ചാവക്കാട് നഗരസഭാ ചെയർമാൻ AH അക്ബർ, ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു. ഗുരുവായൂരിലെ UDF സ്ഥാനാർത്ഥി CH റഷീദ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. നിയോജക മണ്ഡലം ഓഫീസിൽ നിന്ന് പ്രകടനമായി എത്തിയാണ് വരണാധികാരി R. സംഗീത് മുൻപാകെ പത്രിക നൽകിയത്. നേതാക്കളായ O. അബ്ദുറഹ്മാൻകുട്ടി, RV അബ്ദുൾ റഹീം, KV ഷാനവാസ്, C. ഗോപപ്രതാപൻ, TS അജിത് തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു. ചേലക്കര മണ്ഡലം LDF സ്ഥാനാർത്ഥി UR പ്രദീപ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. തലപ്പിള്ളി താലൂക്ക് ഓഫീസിൽ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ K. ശരവണന് മുൻപാകെയാണ് 2 സെറ്റ് പത്രിക സമർപ്പിച്ചത്. 100 കണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടെ പ്രകടനമായാണ് UR പ്രദീപ് എത്തിയത്. CPM ജില്ലാ കമ്മിറ്റി അംഗം PA ബാബു, വള്ളത്തോൾ ഏരിയ സെക്രട്ടറി KK മുരളീധരൻ, ജില്ലാ കമ്മിറ്റി അംഗം KV നഫീസ, CPI മണ്ഡലം സെക്രട്ടറി P. ശ്രീകുമാർ എന്നിവർ സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. ചാലക്കുടിയിൽ LDFന് പേയ്മെന്റ് സീറ്റ് എന്ന ആരോപണം. LDF മുൻ സ്ഥാനാർത്ഥി ഡെന്നിസ് K. ആന്റണിയാണ് ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയത്. കേരള കോൺഗ്രസ് M സീറ്റിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഡെന്നിസ് മത്സരിച്ചിരുന്നു. തോറ്റിട്ടും 5 വർഷം മണ്ഡലത്തിൽ പ്രവർത്തിച്ചു.
കൊടിയേക്കാൾ വലുത് കോടിയാണെന്ന് ഈ തെരഞ്ഞെടുപ്പ് തന്നെ പഠിപ്പിച്ചെന്ന് ഡെന്നിസ് ഫേസ്ബുക്കിൽ കുറിച്ചു. സ്ഥാനാർത്ഥിയാണെന്ന് പാർട്ടി നേതൃത്വം അറിയിച്ചു. അവസാനം ചതിച്ചു. കടുത്ത മാനസിക വിഷമം നേരിട്ടുവെന്നും അദ്ദേഹം കുറിച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ മത്സര രംഗത്ത് നിന്ന് താൻ മാറി നിൽക്കുന്നതല്ല, മാറ്റി നിർത്തിയതാണ്, തന്നെ ചതിച്ചതാണെന്നും ഡെന്നിസ് കെ ആന്റണി ഫേസ്ബുക്കിൽ കുറിച്ചു. ഇത്തവണ ചാലക്കുടിയിൽ ബിജു എസ് ചിറയത്താണ് കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥി. കോൺഗ്രസിന്റെ മുനിസിപ്പൽ കൌൺസിലറായിരുന്ന ബിജു സ്ഥാനം രാജിവെച്ചാണ് സ്ഥാനാർത്ഥിയായത്. ആളൂർ വെള്ളാഞ്ചിറയിലെ വാടക വീട്ടിൽ ആൺ സുഹൃത്തിനൊപ്പം താമസിച്ചിരുന്ന യുവതിയെ തീപ്പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തി. കണ്ണൂർ സ്വദേശിനി വാവടി വീട്ടിൽ ലീനയാണ് വെള്ളാഞ്ചിറയിലെ വാടക വീട്ടിൽ പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തിയത്. യുവതിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് സംഭവം. ഇതുമായി ബന്ധപ്പെട്ട ആൺ സുഹൃത്ത് വിയാർപുരം ശാസ്താംകുന്ന് സ്വദേശി ശരത് വിഷ്ണുവിനെ ആളൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഉറഞ്ഞുതുള്ളുന്ന കോമരങ്ങളുടെ രൗദ്രതാളം നിറഞ്ഞ് കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പക്കാവിൽ അശ്വതി കാവുതീണ്ടൽ നടന്നു. കാവുതീണ്ടലിൽ പങ്കെടുക്കാൻ കേരളത്തിനകത്തും പുറത്തുനിന്നുമായി 10,000-ങ്ങളാണ് കൊടുങ്ങല്ലൂരിൽ എത്തിച്ചേർന്നത്. ശ്രീകോവിലിൽ നടന്ന ശാക്തേയ വിധിപ്രകാരമുള്ള തൃച്ചന്ദന ചാർത്ത് പൂജയ്ക്ക് ശേഷമാണ് കാവുതീണ്ടൽ നടന്നത്. കൂടുതൽ വിവരങ്ങളുമായി നവാസ് ചേരുന്നു. നവാസ്, എങ്ങനെയാണ് ചടങ്ങുകളൊക്കെ പുരോഗമിക്കുന്നത്? സൂര്യ കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പക്കാവ് ക്ഷേത്രത്തിൽ ന്യൂനപക്ഷയുടെ ഭാഗമായിട്ടുള്ള കാവുതീണ്ടൽ അവസാന ഘട്ടത്തിലാണ്. 10,000-കണക്കിന് ഭക്തജനങ്ങളാണ് ക്ഷേത്രാങ്കണത്തിൽ തമ്പടിച്ചിട്ടുള്ളത്. 3.5 മണിക്കൂർ നീണ്ടുവന്ന ശാക്തേയ വിധി പ്രകാരമുള്ള പൂർത്തിയായി കഴിഞ്ഞു. കൂടി പാലക്കാടും പുറകെ മറ്റു ഭക്തരും കാവുതീണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു അലകടല കണക്കെ, ഒരു ചെങ്കടല കണക്കെയാണ് ക്ഷേത്രാങ്കണത്തിൽ 10,000 കാവുതീണ്ടിക്കൊണ്ടിരിക്കുന്നത്. ക്ഷേത്രത്തിലെ പരിസരങ്ങളെല്ലാം തന്നെ ജനനിബിഡമാണ്. നഗരം മുഴുവൻ ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾ കൊണ്ട് കാവുതീണ്ടൽ പൂർത്തിയാക്കി ഭക്തജനങ്ങൾ മടങ്ങും. വടക്കേയറ്റത്തു നിന്നുള്ള ഭക്തരാണ് ഏറ്റവും കൂടുതലായിട്ട് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ എത്തിയിട്ടുള്ളത്. മുൻ വർഷങ്ങളെ പോലെ തന്നെ പൊതുവെ ഒരു അവധി ദിവസം കൂടിയായതുകൊണ്ട് തന്നെ ജനങ്ങളുടെ എണ്ണത്തിൽ വലിയ വർധനയുണ്ടായിട്ടുണ്ട്. കാര്യമായ പ്രശ്നങ്ങളില്ലാതെ തന്നെ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. സൂര്യ. ശരി നവാസ്. സംസ്ഥാനത്ത് ചൂട് കൂടും. 11 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഇന്നും നാളെയും കൊല്ലം, കോട്ടയം, പാലക്കാട് ജില്ലകളിൽ താപനില 37 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഉയരാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം, ആലപ്പുഴ, പത്തനംതിട്ട, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയർന്നേക്കും. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ ഇന്നും നാളെയും ചൂട് അസ്വസ്ഥതയുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കടുത്ത ചൂടിനെതിരെ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. അതേസമയം കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നിന്ന് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. പുതുക്കാട് നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി A നാഗേഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് റോഡ് ഷോയോടെ തുടക്കമായി. ആമ്പല്ലൂരിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ പുതുക്കാട് സെന്ററിൽ സമാപിച്ചു. BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, നേതാക്കളായ PK ബാബു, VV രാജേഷ്, റിസൻ ഷെവിഡൻ, അരുൺകുമാർ പന്തല്ലൂർ, PB സന്ദീപ്, AG രാജേഷ് എന്നിവർ പങ്കെടുത്തു. ഗുരുവായൂരിൽ ആവേശം പകർന്ന് NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണന്റെ റോഡ് ഷോ. മഞ്ജുലാൽ പരിസരത്ത് നിന്ന് ആരംഭിച്ച റോഡ് ഷോ പടിഞ്ഞാറേ നടവഴി ചാവക്കാട് നഗരം ചുറ്റിത്തിരിച്ച് ഗുരുവായൂരിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന് മുന്നിൽ സമാപിച്ചു. NDA നിയോജക മണ്ഡലം കൺവീനർ ദയാനന്ദൻ മാമ്പുള്ളി, നിയോജക മണ്ഡലം ഇൻചാർജ് അനീഷ് ഇയാൽ, ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ, അനിൽ മഞ്ചറമ്പത്ത്, വർഷ മണികണ്ഠൻ, രാജൻ തറയിൽ, KR ബൈജു, സുഭാഷ് മണ്ണാരത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ചേലക്കരയിലെ UDF സ്ഥാനാർത്ഥി ശിവൻ വീട്ടിക്കുന്ന് തിരുവിലാമല ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രചരണത്തിന് തുടക്കം കുറിച്ചു. കേരളത്തിലെ ഭരണവിരുദ്ധ വികാരം വോട്ടായി മാറുമെന്നും ചേലക്കരയിൽ വിജയം സുനിശ്ചിതമാണെന്നും ശിവൻ വീട്ടിക്കുന്ന് പറഞ്ഞു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് M ഉദയൻ, നേതാക്കളായ ശിവശങ്കരൻ, രാമു മലവട്ടം, KG സന്തോഷ് തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു.
നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് കെട്ടിവെക്കാനുള്ള തുക മത്സ്യത്തൊഴിലാളികളിൽ നിന്ന് ഏറ്റുവാങ്ങി CC മുകുന്ദൻ. ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിൽ വെച്ച് മത്സ്യത്തൊഴിലാളികളായ NK ബീദിഹരൻ, സാബു, ഹരീഷ്, സനീഷ്, ചന്ദ്രസേനൻ, രാജു, ശശി, രവി, വേലായുധൻ, ആഘോഷ്, പ്രകാശൻ എന്നിവരാണ് തുക കൈമാറിയത്. തൃപ്രയാർ ക്ഷേത്ര ദർശനം കഴിഞ്ഞ ക്ഷേത്രം തന്ത്രി തരണനെല്ലൂർ പടിഞ്ഞാറേ മന പത്മനാഭൻ തിരുമേനിയുടെ അനുഗ്രഹവും വാങ്ങി. ഗുരുവായൂരിൽ ഹിന്ദു MLA വരണമെന്ന NDA സ്ഥാനാർത്ഥി B. ഗോപാലകൃഷ്ണന്റെ പ്രസ്താവനയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് ലോക് ജനശക്തി പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദിലീപ് വാഴപ്പള്ളി ആവശ്യപ്പെട്ടു. പ്രസ്താവന പിൻവലിച്ച് ഗോപാലകൃഷ്ണൻ മാപ്പ് പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് മധു കാരിക്കോടൻ, സെക്രട്ടറി EB ബൈജു, KG തിലകൻ, ശ്രീനേഷ് കോട്ടയ്ക്കൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തൃശൂർ അതിരൂപത നടത്തുന്ന പാലയൂർ തീർത്ഥാടനം നാളെ നടക്കും. പുലർച്ചെ 4-ന് ലൂർദ് കത്തീഡ്രലിൽ ദിവ്യബലിക്ക് ശേഷം മുഖ്യ പദയാത്ര തുടങ്ങും. ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്, വികാരി ഫാദർ ജോസ് വല്ലൂരാൻ പതാക കൈമാറി ഉദ്ഘാടനം ചെയ്യും. 11 മണിക്ക് പാലയൂരിൽ പദയാത്ര സമാപിക്കും. മേഖലാ പദയാത്രകളും 11-ന് പാലയൂരിലെത്തും. രണ്ടാം ഘട്ട പദയാത്ര ഉച്ചയ്ക്ക് 2:30-ക്ക് പാവറട്ടി സെന്റ് ജോസഫ് പള്ളിയിൽ നിന്നും തുടങ്ങും. 4:30-ക്ക് പാലയൂരിൽ എത്തുന്ന പദയാത്രയെ വിശിഷ്ട അതിഥികൾ ചേർന്ന് സ്വീകരിക്കും. പൊതുസമ്മേളനം CBCI പ്രസിഡന്റ് കർദിനാൾ ആന്റണി പൂല ഉദ്ഘാടനം ചെയ്യും. പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ കേസിൽ 3 പ്രതികൾ കസ്റ്റഡിയിൽ. ചാഴൂർ ചിറ്റക്കുളം സ്വദേശിയെ ഫോണിൽ വിളിച്ച് അസഭ്യം പറഞ്ഞ പരാതിയിൽ വാപ്പുഴ സ്വദേശി കുട്ടാല വീട്ടിൽ മണികണ്ഠന് നോട്ടീസ് നൽകാൻ പോയ പോലീസ് സംഘത്തെയാണ് പ്രതികൾ ആക്രമിച്ചത്. സംഭവത്തിൽ മണികണ്ഠൻ, ഇയാളുടെ മകൻ അക്ഷയ്, അതുൽ എന്നിവരെ കസ്റ്റഡിയിലെടുത്തു. അന്തിക്കാട് SI സുഭാഷിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തെയാണ് പ്രതികൾ ആക്രമിച്ചത്. ചാഴൂർ കൊട്ടുടി വളവിൽ വീണ്ടും അപകടം. അമിത വേഗതയിൽ വന്ന കാർ മതിലിടിച്ചു. ആർക്കും പരിക്കില്ല. ഇന്ന് പുലർച്ചെയാണ് അപകടമുണ്ടായത്. പെരിങ്ങോട്ടുകര ഭാഗത്തു നിന്ന് അമിത വേഗതയിൽ വന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കാറിന്റെ മുൻഭാഗവും മതിലും തകർന്നു. പുത്തൂർ വീട്ടിൽ വർക്കിയുടെ മതിലാണ് തകർന്നത്. അപകടത്തിന്റെ ശബ്ദം കേട്ട വീട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. കൊട്ടുടി വളവിൽ അപകടം പതിവായിട്ടും ചാഴൂർ പഞ്ചായത്ത് അധികൃതരും അന്തിക്കാട് പോലീസ് സുരക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതെന്ന് ആക്ഷേപമുണ്ട്. കൊട്ടുടി വളവിന് പടിഞ്ഞാറ് ഭാഗത്തായി ഹമ്പ് നിർമ്മിക്കുകയും വളവിൽ കണ്ണാടി സ്ഥാപിക്കുകയും ചെയ്താൽ ഒരു പരിധിവരെ അപകടം ഒഴിവാക്കാമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ആറാട്ടുപുഴ പൂരത്തിൽ ശാസ്താവിന്റെ എഴുന്നള്ളിപ്പിനാവശ്യമായ ചമയദ്രവ്യങ്ങളുടെ സമർപ്പണം തിങ്കളാഴ്ച നടക്കും. ഇതിന്റെ ഭാഗമായി കോലം, പട്ടുകുടകൾ, നെറ്റിപ്പട്ടങ്ങൾ, ആലവട്ടം, ചാമരം എന്നിവയുടെ നവീകരണം പൂർത്തിയായി. പുതിയ ചമയങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ക്ഷേത്രത്തിലെ ശുദ്ധിക്രിയകളും തിങ്കളാഴ്ച നടക്കും. കനകമല കുരിശുമുടിയിൽ നോമ്പുകാല തീർത്ഥാടനത്തിനെത്തുന്ന വിശ്വാസികൾക്ക് ദിവസവും നേർച്ചക്കഞ്ഞി ഒരുക്കി നൽകുകയാണ് ഇടവകയിലെ വിവിധ ഭക്തസംഘടനകളുടെയും കുടുംബ യൂണിറ്റുകളുടെയും കൂട്ടായ്മ. ഈസ്റ്റർ ദിനം വരെ മുടങ്ങാതെ നേർച്ചക്കഞ്ഞി വിതരണം ചെയ്യുന്നതിന് വിപുലമായ സംവിധാനമാണ് തീർത്ഥാടന കേന്ദ്രത്തിൽ ഒരുക്കിയിട്ടുള്ളത്. കനകമല കയറി കുരിശുമുടിയിലെത്തി വിശുദ്ധനെ വണങ്ങിയ ശേഷം ഇറങ്ങിവരുന്ന മുഴുവൻ തീർത്ഥാടകർക്കും അടിവാരം പള്ളിയുടെ അങ്കണത്തിൽ നേർച്ചക്കഞ്ഞിയും ചമ്മന്തിയും ഒരുക്കി നൽകുന്നുണ്ട്. ഇടവകാംഗങ്ങളുടെ ഒരുമയോട് കൂടിയ ചിട്ടയായ പ്രവർത്തനമാണ് മുടങ്ങാതെ നേർച്ചക്കഞ്ഞി വിതരണം ചെയ്യാൻ കഴിയുന്നതിന് പിന്നിലുള്ളതെന്ന് തീർത്ഥാടന കേന്ദ്രം റെക്ടർ ഫാദർ ഡെയ്സൺ കവലക്കാട്ട് പറഞ്ഞു. ഇവിടേക്ക് വരുന്ന എല്ലാവർക്കും വൈകിട്ട് 7 മണി മുതൽ നേർച്ചക്കഞ്ഞിയും ചമ്മന്തിയും കൊടുക്കുന്നുണ്ട്. നേർച്ചക്കഞ്ഞി തയ്യാറാക്കാനും വിതരണം ചെയ്യാനും നമ്മുടെ ഇടവകയിലെ 15 കുടുംബ യൂണിറ്റുകളും ഭാരവാഹികളും അക്ഷീണം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണ ദിവസങ്ങളിൽ ശരാശരി 1000-ഓളം പേരും വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ 5000-ലേറെ പേരും കുരിശുമുടി കയറാനായി കനകമലയിൽ എത്തുന്നുണ്ട്. വൈകിട്ട് 7 മണി മുതൽ 10 മണി വരെയാണ് നേർച്ചക്കഞ്ഞി വിതരണം. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ രാത്രി 11 വരെയും നേർച്ചക്കഞ്ഞി നൽകി വരുന്നുണ്ട്. ജനറൽ കൺവീനർ വർഗീസ് കളിയത്ത് പറമ്പിൽ, ഫുഡ് കമ്മിറ്റി കൺവീനർ സൈമൺ കർക്കുറ്റിക്കാരൻ, PRO ഷോജൻ ഡി വിധേയത്തിൽ, കൈക്കാരന്മാരായ ജോസ് വെട്ടുമണിക്കൽ, ജോസ് കർക്കുറ്റിക്കാരൻ, പൗലോസ് കോപുരം, ജോജു ചുള്ളി എന്നിവരാണ് നേർച്ചക്കഞ്ഞി വിതരണത്തിന് നേതൃത്വം നൽകുന്നത്. TCV ന്യൂസ്, കൊടകര. തിരുവില്ലാമല, കണ്ണിയാർക്കോട്, കരിങ്കുറ്റി അയ്യപ്പൻകാവിൽ വടക്കുമുറി, തെക്കുമുറി ദേശങ്ങളുടെ നേതൃത്വത്തിൽ താലപ്പൊലി ആഘോഷിക്കുന്നു. വൈകിട്ട് 3-ന് എരവത്തുടി അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ നിന്ന് 5 ആനകളുടെ അകമ്പടിയിൽ എഴുന്നള്ളിപ്പ് നടക്കും. വടക്കുമുറി ദേശത്തിന്റെ എഴുന്നള്ളിപ്പിന് പാക്കത്ത് ശ്രീകുട്ടനും തെക്കുമുറി ദേശത്തിന്റെ എഴുന്നള്ളിപ്പിന് പാർമേക്കാവ് കാശിനാഥനും തിടമ്പേറ്റും.
ജീവകാരുണ്യ സംഘടനയായ CH സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ വടക്കാഞ്ചേരിയിൽ ചെറിയ പെരുന്നാൾ ആഘോഷം സംഘടിപ്പിച്ചു. CH സെന്റർ ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു. PM അമീർ അധ്യക്ഷത വഹിച്ചു. ഷാഹുൽ ഹമീദ്, മുഹമ്മദ് അലി, MA അസിസ്, MA റഷീദ്, ജമാൽ മനയത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ചെമ്മന്തിട്ട ശ്രീ മഹാദേവ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന കലാസന്ധ്യയ്ക്ക് തുടക്കമായി. 5 ദിവസങ്ങളിലായി നടക്കുന്ന കലാപരിപാടികളുടെ ഉദ്ഘാടനം ചലച്ചിത്ര സംവിധായകൻ ഒമർ ലുലു നിർവഹിച്ചു. ക്ഷേത്രക്ഷേമ സമിതി പ്രസിഡന്റ് രാജൻ നമ്പീശൻ അധ്യക്ഷത വഹിച്ചു. തച്ചുശാസ്ത്ര വിദഗ്ധൻ കാണിപ്പയൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് വിശിഷ്ടാതിഥിയായി. മേളപ്രമാണി ചെമ്മന്തിട്ട ശങ്കരൻ നായരെ ചടങ്ങിൽ ആദരിച്ചു. സെക്രട്ടറി രാജേഷ്, ജോയിന്റ് സെക്രട്ടറി MP ഹരി, ട്രഷറർ അനിൽ നമ്പീശൻ തുടങ്ങിയവർ സംസാരിച്ചു. വേനൽ ചൂടിന് ആശ്വാസം പകരാൻ വഴിയോര കച്ചവടക്കാർക്ക് പാവർട്ടി ലയൺസ് ക്ലബ്ബ് കുടകൾ വിതരണം ചെയ്തു. ജില്ലാ കോർഡിനേറ്റർ പ്രശാന്ത് മേനോൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് വിജി തോംസൺ അധ്യക്ഷത വഹിച്ചു. VJ തോമസ്, VS സെബി, വിജിൽ വർഗീസ്, TI ജെയിംസ്, വിൽസൺ നീലങ്കാവിൽ എന്നിവർ സംസാരിച്ചു. ആക്സ് തൃപ്രയാർ ബ്രാഞ്ചിന്റെ 20ാം വാർഷിക യോഗം ചേർന്നു. ജില്ലാ ജനറൽ സെക്രട്ടറി MK വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ആക്സ് ബ്രാഞ്ച് പ്രസിഡന്റ് P വിനു അധ്യക്ഷയായി. മരണാനന്തരം മൃതശരീരം പഠനാവശ്യത്തിനായി വിട്ടുനൽകിയ 13 പേരുടെ സമ്മതപത്രവും 27 പേരുടെ നേത്രദാന സമ്മതപത്രവും ചടങ്ങിൽ കൈമാറി. തൃശൂർ മെഡിക്കൽ കോളേജ് അനാട്ടമി വിഭാഗം മേധാവി ഡോക്ടർ KK ഉഷ, അഡ്വക്കേറ്റ് ജോയ്, രക്ഷാധികാരി TK ഷൺമുഖൻ, ബ്രാഞ്ച് സെക്രട്ടറി സന്തോഷ് മാടക്കായി, ജോയിന്റ് സെക്രട്ടറി PR പ്രേംലാൽ, ഹെൽത്ത് സൂപ്പർവൈസർ TP ഹനീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. 20 വർഷം മുമ്പ് തൃപ്രയാർ ബ്രാഞ്ചിന്റെ കിഴക്കേ കോടാലി SNDP ശാഖയ്ക്കു കീഴിലെ ഹിന്ദു ധർമ്മപ്രകാശിനി ശ്രീ ബാലസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ഷഷ്ടി മഹോത്സവം വർണ്ണാഭമായി. വിവിധ സെറ്റുകളുടെ നേതൃത്വത്തിൽ കാവടിയാട്ടം, ശിങ്കാരിമേളം, നാസിക് ഡോൾ, നാടൻ കലാരൂപങ്ങൾ എന്നിവ ആഘോഷത്തിന് മാറ്റുകൂട്ടി. വിവിധ കാവടി സമാജങ്ങൾ ക്ഷേത്ര മൈതാനത്ത് ഒരുമിച്ച് ചേർന്ന് നടത്തിയ കാവടി കൂടിയാട്ടം ആവേശം പകർന്നു. അങ്കമാലി കരയാമ്പറമ്പിലുണ്ടായ വാഹനാപകടത്തിൽ മാള സ്വദേശിനി മരിച്ചു. പൂപ്പത്തി സ്വദേശിനി ഏലൂർ വീട്ടിൽ രാധാകൃഷ്ണന്റെ ഭാര്യ 45 വയസ്സുള്ള ശ്രീദിവ്യയാണ് മരിച്ചത്. അങ്കമാലിയിൽ ജലസേചന വകുപ്പിൽ ജീവനക്കാരിയായ ഇവർ ജോലിക്ക് പോകുമ്പോൾ സഞ്ചരിച്ച സ്കൂട്ടറും ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഉടനെ തന്നെ കറുകുറ്റിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കയ്പമംഗലം മണ്ഡലം LDF സ്ഥാനാർത്ഥി KK വത്സരാജ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വരണാധികാരിയായ തൃശൂർ ഡെപ്യൂട്ടി കളക്ടർ സിസിലി ആന്റണി മുമ്പാകെയാണ് പത്രിക സമർപ്പിച്ചത്. LDF ജില്ലാ കൺവീനർ PK ചന്ദ്രശേഖരൻ, CPI മണ്ഡലം സെക്രട്ടറി TP രഘുനാഥ്, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ TK സുധീഷ്, KS ജയ, CPM ജില്ലാ കമ്മിറ്റി അംഗം KV രാജേഷ്, അഡ്വക്കേറ്റ് ജ്യോതി പ്രകാശ്, മഞ്ജുള അരുണൻ തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു. എടവിലങ്ങ് കാരയിൽ CPM പ്രവർത്തകന് നേരെ ആക്രമണം. എറിയാട് സ്വദേശി വളവത്ത് വീട്ടിൽ സന്ദീപിനെയാണ് 4 സംഘം ആക്രമിച്ചത്. പരിക്കേറ്റ സന്ദീപിനെ കൊടുങ്ങല്ലൂർ മോഡേൺ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. BJP പ്രവർത്തകരാണ് തന്നെ ആക്രമിച്ചതെന്ന് സന്ദീപ് പറഞ്ഞു. വെള്ളിയാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. ശരത്ത് യദുകൃഷ്ണ എന്ന് പറഞ്ഞ 4 പേര് വന്നിട്ട് എന്നെ ആക്രമിക്കുകയായിരുന്നു. എന്തിനാടാ നീ ഇവിടെ കാര്യം, നീ ആരാടാ, നീ എന്തിനാണ് ഇവിടെ വന്നതെന്ന് വെച്ചിട്ടാണ് 2 പേര് വന്നത്. അപ്പം എനിക്ക് എന്താണ് ഇവർ ചോദിക്കണത് എനിക്ക് ആദ്യം മനസ്സിലായി. എന്താണ് ചോദിച്ചപ്പോൾ പറഞ്ഞു, നീ എന്തിനാണ് ഇവിടെ നിൽക്കുന്ന കാര്യം എന്നാന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, നീ ആരാണ് ചോദിക്കാന്ന് വെച്ചപ്പോൾ ഒരുത്തൻ എൻ്റെ കരണത്തടിച്ച്. അപ്പോൾ യദുകൃഷ്ണ എന്നുള്ള ഒരുത്തൻ ഇടിക്കട്ട വെച്ചിട്ട് മൂക്കിനിടിച്ച വഴിക്ക് എൻ്റെ ഇത് പൊട്ടി, എനിക്ക് നല്ല ഇഞ്ചുറി ഉണ്ടെന്നുള്ളത് മനസ്സിലായപ്പോൾ തന്നെ ഞാൻ മൂക്ക് പൊത്തി വീണുപോയി താഴെ. വീണപ്പോൾ വേറെ 2 പേരും കൂടെ സായിച്ച് ചേർത്ത് വന്നവരും കൂടെ വന്നിട്ട് എഴുന്നേക്കാൻ സമ്മതിക്കാതെ അവിടെ ചവിട്ടലും എന്തോ ഇരുമ്പ് വെച്ചിട്ട് ഇവിടെ അടിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രിയുടെ ആക്ഷേപത്തിന് G സുധാകരൻ മറുപടി പറയുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. കൊടുങ്ങല്ലൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി OJ ജനീഷിന്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ മാളയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീപിടുത്തമുണ്ടായത് സർക്കാർ ഒളിപ്പിച്ചുവെച്ചു. ജനങ്ങളുടെ ജീവൻ രക്ഷിക്കേണ്ട സർക്കാർ ആശുപത്രികൾ
ജനങ്ങളെ കൊല്ലുന്ന കേന്ദ്രങ്ങളാക്കി മാറ്റി. മരുന്നിനും ഉപകരണങ്ങൾ വാങ്ങാനും പണമില്ലെങ്കിൽ PR പ്രവർത്തനത്തിന് പണമുണ്ടെന്നും KC വേണുഗോപാൽ പറഞ്ഞു. KPCC ജനറൽ സെക്രട്ടറി TU രാധാകൃഷ്ണൻ അധ്യക്ഷനായി. ബെന്നി ബെഹനാൻ MP, DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, ആൽബിൻ പ്ലാക്കൽ, PK നൌഷാദ്, EK അനിലൻ, VA അബ്ദുൾ കരീം തുടങ്ങിയവർ സംസാരിച്ചു. ഇരിങ്ങാലക്കുട നിയോജകമണ്ഡലം NDA സ്ഥാനാർത്ഥി സന്തോഷ് ചെറാക്കുളം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഇരിങ്ങാലക്കുട RDO മുമ്പാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. BJP സൌത്ത് ജില്ലാ പ്രസിഡന്റ് KR ശ്രീകുമാർ, BDJS നിയോജകമണ്ഡലം പ്രസിഡന്റ് ചന്ദ്രൻ, BJP ജില്ലാ ജനറൽ സെക്രട്ടറി കൃപേഷ് ചെമ്മണ്ട, BJP മണ്ഡലം പ്രസിഡന്റ് R ചാനീഷ് എന്നിവരോടൊപ്പം എത്തിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,380 രൂപ, പവന് 1,07,040 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തെരഞ്ഞെടുപ്പ് ചൂടിൽ കേരളം, നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ച സ്ഥാനാർത്ഥികൾ. തൃശൂർ നിയോജക മണ്ഡലത്തിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിൽ സമയത്തെ ചൊല്ലി തർക്കം. ചാലക്കുടിയിൽ LDFന് പേയ്മെന്റ് സീറ്റ് എന്ന ആരോപണം. ഡെന്നിസ് K ആന്റണിയാണ് ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയത്. ആളൂർ വെള്ളാഞ്ചിറയിലെ വാടക വീട്ടിൽ ആൺ സുഹൃത്തിനൊപ്പം താമസിച്ചിരുന്ന യുവതിയെ തീപ്പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തി. കണ്ണൂർ സ്വദേശിനി ലീനയ്ക്കാണ് പൊള്ളലേറ്റത്. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പക്കാവിലെ അശ്വതി കാവുതീണ്ടൽ ഭക്തിസാന്ദ്രം. ക്ഷേത്രത്തിലെ മീനഭരണി ആഘോഷം നാളെ. സംസ്ഥാനത്ത് ചൂട് കൂടും. തൃശൂർ ജില്ലയിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യത. 11 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.